അപ്രതീക്ഷിതമായി വന്ന കാലവർഷം കലക്കുകയാണ് കേട്ടോ. പുഴയെല്ലാം നിറഞ്ഞൊഴുകി. എല്ലാം നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരുന്ന പുഴകളാണ്. പുതിയ പുതിയ വെള്ളച്ചാട്ടങ്ങളും ആരംഭിച്ചു തുടങ്ങി കേട്ടോ. നമ്മൾ താഴേന്ന് കണ്ട വെള്ളച്ചാട്ടം, ചേർത്ത് കിടക്കുന്ന വെള്ളച്ചാലുകളെല്ലാം ശക്തി പ്രാപിച്ച് വലിയ പുഴകളിലേക്കൊക്കെ പോയി ചേരുന്ന ഒരു കാഴ്ച കണ്ടോ. കുറച്ചു നേരമായിട്ട് മഴ കുറവായിരുന്നു, പക്ഷെ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു തുടങ്ങി കേട്ടോ. ഈ വെള്ളച്ചാട്ടം കണ്ടോ, നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട വെള്ളച്ചാട്ടമാണേ. ശരിക്കും ഇടുക്കിയുടെ കാഴ്ചകൾ സുന്ദരമാകുന്ന മഴക്കാലത്ത് തന്നെയാണ് കേട്ടോ. ഈ ഏലപ്പാറ, കുട്ടിക്കാനം, ചപ്പാത്ത്, കട്ടപ്പന റോഡിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കിട്ടുവേ. വളരെ മനോഹരമായ റോഡുകളൊക്കെ ഇതുപോലെയായിരിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ റോഡുകളും പണി തീർത്തു കഴിഞ്ഞാൽ. ആ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തായിട്ട് ആ കാണുന്ന ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇപ്പോഴൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ഹോം സ്റ്റേയിലൊക്കെ ഇങ്ങനെ താമസിക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാവേ. ഇത് വേനൽക്കാലത്ത് ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമാണ്, മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ കടന്നു വന്ന ആ ഒരു വഴിയുണ്ടോ, അവിടെ ആ ഒരു കാണിക്കുവഞ്ചിയൊക്കെ അമ്പലത്തിന്റെ അവിടെ ഭീമങ്കല്ല് അമ്പലത്തിന്റെ ഒരു ഇതൊക്കെയാണത്. ഇവിടെയൊക്കെ കണ്ടോ, അങ്ങേ അറ്റത്ത് ആ മലനിരകളിലൊക്കെ മഞ്ഞുണ്ടേ. അത് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കോഴിക്കാനം, ഹെലിബ്രിയ മേഖലയൊക്കെയാണ് കാണുന്നത്. ഏലപ്പാറയിൽ നിന്നും തിരിഞ്ഞു പോകുന്ന വഴിയാണ്. അവിടെ എല്ലാം മഞ്ഞിറങ്ങി ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ നല്ല ശക്തമാകാം. ഈ ഒരു ഭാഗം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ കാഴ്ചകളൊക്കെ ഇച്ചിരി കൂടെ വിശദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ താഴേന്ന് കടന്നു വന്ന വഴിയും പിന്നെ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ ഇതെല്ലാം ഇടുക്കി ഡാമിലേക്ക് ചെന്ന് ചേരുന്ന പുഴകളാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ ഏലപ്പാറ വെള്ളച്ചാട്ടം കണ്ടോ, ഇപ്പൊ അങ്ങ് കൊഴുത്തു കേട്ടോ. വേനൽക്കാലത്ത് വന്നാലും വെള്ളമുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഏലപ്പാറ വെള്ളച്ചാട്ടം. ഏലപ്പാറയിൽ നല്ല മഴയാണ് കേട്ടോ. കോഴിക്കാനം പോകുന്ന വഴി മഴയത്തുള്ള ഏലപ്പാറ ടൗണിന്റെ കാഴ്ചകളൊന്നും കാണാതെ. ഏലപ്പാറ ബസ് സ്റ്റാൻഡ്, കണ്ടാലും മതിവരാത്ത ഇടുക്കിയിലെ കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ നിൽക്കുന്ന തിണ്ടുകളൊക്കെ എപ്പോ വേണേലും ഇടിഞ്ഞു കാണാം കേട്ടോ. ദൂരെ ഏലപ്പാറ പട്ടണത്തിന്റെ ഒരു സൈഡ് നമുക്ക് കാണാം. ഇനി താഴെ വാഗമണിലേക്കൊക്കെ പോകുന്ന റോഡ് കണ്ടോ, അതിനോട് ചേർന്ന് അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ നിറഞ്ഞു കേട്ടോ. ഒരു കൈത്തോട് പോലത്തെ പുഴയാണ്, പക്ഷെ നല്ലതായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ആ ഒരു മരത്തിന്റെ ചോട്ടിൽ നമുക്ക് അപ്പുറത്തോട്ടുള്ള കുറെ കാഴ്ചകൾ കാണാം. അങ്ങ് മുകളിലേക്കൊക്കെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങി കിടക്കുവാണേ. ഇവിടെ നോക്കിയേ, പുഴയും റോഡും തേയിലത്തോട്ടവും
അതിന്റെ കൂടെ മഞ്ഞിന്റെ കാഴ്ചകളും. ഇത്രയും മനോഹരമായി നമുക്ക് വേനൽക്കാലത്ത് പോലും ഇവിടെ കാണാൻ സാധിക്കില്ല. ഈ ഒരു ഭാഗത്തൊന്നും ആരുമില്ല കേട്ടോ. പുതിയ വാച്ചിങ് ഗാലറി ഒക്കെ പണിയുന്നുണ്ട്. അതിന്റെ പണികളൊക്കെ ഇപ്പൊ നിന്നിരിക്കുകയാണ്. ദൂരെ നമുക്ക് ഏലപ്പാറ പട്ടണവും കാണാം. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ കാണാത്ത കാഴ്ചകളൊന്നുമല്ല, പക്ഷെ എങ്കിലും ഇപ്പൊ ഒരു പ്രത്യേക രസമില്ല കാണാൻ. ആ വാഗമണിലേക്കൊക്കെ പോകുന്ന വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന റോഡും അതിനൊപ്പം ആ പുഴയും. ഈ ഒറ്റമരം വ്യൂ പോയിന്റിൽ ഞാനല്ലാതെ മറ്റാരും ഇല്ല കേട്ടോ. ഇപ്പൊ ആരെങ്കിലും വണ്ടിക്കാർ നിർത്തിയെങ്കിലായി. ആ കാണുന്നതാണ് ഒറ്റമരം. അവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് കയറി തുടങ്ങിയേ. വാഗമൺ റൂട്ടിലോട്ട് പോയാൽ മൊത്തം മഞ്ഞായിരിക്കും. ഇപ്പോൾ ഈ പാറക്കെട്ടുകളിലെല്ലാം ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളായി കേട്ടോ. അവിടെ എല്ലാം മഞ്ഞ് കയറി വന്നുകൊണ്ടിരിക്കുകയാണേ. ഈ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ചു നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ മഞ്ഞ് കയറി അങ്ങ് മൂടും. ഞാനിപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചേ. ഇത്ര നേരം നമ്മൾ കുറച്ചായിട്ട് വീഡിയോ എടുത്തോണ്ടേ ഞാൻ ഈ ഫൈമിലോട്ട് ഇതുവരെ വന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് വന്നത്. എൻ്റെ അടുത്തായിട്ട് നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. കാണാനോ അല്ലേ? ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാനാണ് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് പോകുമ്പോഴുള്ള ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അല്ലേ. ഒരു ചെറിയ വെള്ളച്ചാട്ടം, പക്ഷേ ഈ മോളിൽ നിന്ന് വരുന്ന ഈ വെള്ളച്ചാട്ടം വലിയ പ്രശ്നക്കാരനായി മാറും. കാരണം വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഇവിടെ ഇടിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മുന്നേ ചെന്നാൽ നമുക്ക് മേമല എന്ന് പറഞ്ഞ സ്ഥലം കിട്ടുമേ. ഏറ്റവും കൂടുതൽ മഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് മേമല. മഞ്ഞിക്കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. നെയ്മല എന്നാണ്, എന്ന് വെച്ചാൽ മഞ്ഞ് കൂടുതലുള്ള സ്ഥലം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ആദ്യം ഇതിന് പേരിട്ടത്. മാറി മാറി ഇപ്പൊ മേമല എന്നൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കി. നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായി. മഴ ഇപ്പൊ ഇച്ചിരി കുറവാ. ഒരു KSRTC ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ ലൈറ്റ് ഇട്ടായിരുന്നോ നല്ലതായിരുന്നു കാണാൻ. ഓ ഇല്ല. ഈ മേമല ഭാഗത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. കൂടുതൽ ഈ മേഖല തേയിലത്തോട്ടം, അതിന്റെ ഇടയ്ക്കുള്ളൊരു ഏലത്തോട്ടമാണ്. ഒരിക്കൽ മാത്രമേ എനിക്ക് ഇവിടെ നല്ലൊരു കാഴ്ച കിട്ടിയിട്ടുള്ളൂ. മഞ്ഞിറങ്ങി കിടക്കുന്ന ഒരു സീനറി എനിക്കിവിടെ നല്ല ഭംഗിയായിട്ട് ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നേ. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. നൈസായിട്ടുള്ളൊരു കാഴ്ചയുള്ളൂ കേട്ടോ. അവിടെയൊക്കെ മഞ്ഞിറങ്ങുന്നുണ്ടേ. ഇവിടെ ഒരു മരം ഒടിഞ്ഞു വീണല്ലോ. വലിയൊരു മരമായിരുന്നു കേട്ടോ. ഇത് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. കേളചന്ദ്ര മേമല എസ്റ്റേറ്റ്. ഇതാണ് ആ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നൊരു വഴി. ഇതിലെ താഴോട്ടൊരു വഴിയുണ്ട് കേട്ടോ. ആ വഴിക്ക് നമുക്ക് പോകാവുന്നതാണ്. പക്ഷെ ഇപ്പൊ മഴ പെയ്ത് കിടക്കുമ്പോൾ ഡേഞ്ചറാണ്. നമുക്കിനി താഴോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇനി കൂടുതലും മഞ്ഞണിയ കാഴ്ചകളാണ്. ഇവിടെ ഒരു കടയുണ്ട്. ആ കടയോട് ചേർന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. മഴക്കാലം ആകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ കാണാനെന്ത് ഭംഗിയല്ലേ. കുട്ടിക്കാനത്തേക്ക് പോകുന്ന ആ ഒരു വഴിയൊക്കെ നമുക്കിങ്ങനെ കാണാവേ. ഇടയ്ക്കൂടെ ഈ തേയിലത്തോട്ടവും നല്ല മഞ്ഞണിഞ്ഞ കാഴ്ചകൾ. ഈ വഴിക്ക് നമുക്ക് പോയാൽ പഴയ പാമ്പനാട്ടിലേക്ക് ചെല്ലാം കേട്ടോ. ഷോർട്ട് കട്ട് വഴിയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് മുന്നിലൊക്കെ വഴിപണി നടക്കുന്നതുകൊണ്ട് ഈ വഴി നമുക്ക് പോകുന്ന അത്ര പന്തിയല്ല. അവിടെ ഗ്ലെൻമേരി എസ്റ്റേറ്റുകാരുടെ ഒരു ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ചുള്ള കുറെ സംഭവമൊക്കെയാണ്. പക്ഷെ ആ ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തനമല്ല. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഉണ്ടല്ലോ കിടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മളെ പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു ഏകദേശം അടുത്തെത്തിയേ. മേമല പള്ളിക്കുന്ന് ഈ ഭാഗത്തൊക്കെ നല്ല ശക്തമായ തണുപ്പുള്ള സ്ഥലമാണ്. ഒരുമാതിരി നൂല മഴയും പിസറം കാറ്റും മഞ്ഞും എല്ലാം കൂടെ ഇടകലർന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഉണ്ടോ ഈ ഭാഗത്തൊക്കെ എന്നാ മഞ്ഞാ നോക്കി. അവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങിയിട്ടുണ്ടേ. നമുക്കേ മുന്നിൽ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ആ ഒരു വെയിറ്റിംഗ് സൈഡിൽ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാവേ. നല്ല തണുപ്പ്, നല്ല തണുപ്പായിട്ട് ഞാൻ ഒരു ചൂടി ചായ ചോദിച്ചാ കേട്ടോ. പക്ഷെ ചൂടില്ല ചായക്ക്. ചൂട് തീർത്ത് കുറവാണേ. ഇവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും ചിലപ്പോ. ഇവിടെ ഒരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടോ, മഞ്ഞണിഞ്ഞ് നിൽക്കുവാണേ. ഇതിലേ മുകളിലോട്ട് പോയ സ്കൂളിലേക്കാണ് പോകുന്നത്.
ഞാൻ മെയിനായിട്ട് വന്ന് ഈ ഒരു പള്ളി കാണാനാട്ടോ. ഇവിടെ ഒരു കാറൊക്കെ കിടപ്പുണ്ട്. അതിന്റെ മുകളിൽ ഒരു പഴയ പള്ളിയും ഉണ്ടായിരുന്നേ. ഇത് സാവലേഷൻ ആർമി ചർച്ചാണേ. കണ്ടോ, മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പള്ളിയുടെ കാഴ്ചയൊക്കെ ഉണ്ട്. വഴി സൈഡിലെ കട കണ്ടോ, അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കാം. അവിടെ കുറച്ച് പെൺപിള്ളാരൊക്കെ നിൽപ്പുണ്ടേ. ഇപ്പം നമ്മൾ അവരെ എടുത്തെന്ന് പറയണ്ട, അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. പള്ളിക്കുന്ന് നമ്മൾ പള്ളിക്കകത്ത് കയറുന്നില്ല കേട്ടോ. പള്ളി കയറിയ സിമിത്തേരി കണ്ട് കണ്ട് മടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അതിനകത്ത് കയറുവാണെങ്കിൽ നല്ല മഞ്ഞ് കയറി നിൽക്കുന്ന കാണാം. ആ പൈന്മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കണ്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല രസമൊന്ന് കാണാൻ. CSI ഈസ്റ്റ് കേരള ഡയസിസ് ബ്രിട്ടീഷ് സിമിത്തേരിയൊക്കെയാണ്. അത് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടല്ലേ. പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരാന്നേ. അടുത്ത് വന്നപ്പോഴാണ് ഇതൊരു പശുവാന്ന് മനസ്സിലായി. മഴയൊന്നും അവർക്കൊരു വിഷയമല്ല, അവർ തീറ്റയോട് തീറ്റയാ. കുട്ടിക്കാനം ഭാഗത്തെ ശരിയായിട്ടുള്ളൊരു കാഴ്ചകൾ ഇപ്പോഴാണ് നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. അങ്ങോട്ട് നോക്കി, സായിപ്പിന്റെ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. പക്ഷെ ആ റോഡൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നമ്മുടെ പുതിയ സാരഥി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പഴയ സാരഥിയുടെ അത്രയും ഒക്കത്തല്ല ഈ സാരഥി. അമ്മാവന്റെ പോക്ക് കേട്ടോ. ഇവിടൊക്കെ നല്ല കിടിലം മഞ്ഞാണ് കേട്ടോ. മുന്നിൽ നിന്ന് വരുന്ന വണ്ടി പോലും കാണാൻ പറ്റിയല്ലേ. മരങ്ങളുടെയൊക്കെ നിഴല് മാത്രമേ കാണത്തുള്ളൂ. കുട്ടിക്കാലത്തെ മരിയൻ കോളേജ് ഒന്നും കാണാൻ മേലാത്തതിലും മഞ്ഞ കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം ഒരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയും കോളേജിന്റെ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മഞ്ഞ് കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. ഈ പള്ളിയുടെ അവിടെ അതെ, അവിടെ കുറച്ച് സ്കൂൾ ബസ്സൊക്കെ കിടക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല. നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പള്ളി ഇങ്ങനെ കാണാനായിട്ട് ഇപ്പോഴാണ് പറ്റിയ കേട്ടോ. അതിന്റെ ഒരു ഫുൾ വ്യൂ. കുട്ടിക്കാനം ടൗണിൽ അങ്ങനെ മഞ്ഞൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളേ. കുട്ടിക്കാനം ടൗണിന്റെ കാഴ്ചകൾ. കട്ടപ്പനയ്ക്കുള്ളൊരു ബസ് കയറി വരുന്നുണ്ടോ? കുട്ടിക്കാനത്തിന് കുറച്ച് താഴെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. മഞ്ഞൊക്കെ കയറി നിൽക്കുന്ന മരങ്ങളൊക്കെ നെഴല് പോലെ നിൽക്കുന്നു. ഇവിടെയൊക്കെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ നല്ലതായിരുന്നല്ലേ. ഇപ്പൊ ഉച്ചയാകാറായി, ഇനിയിപ്പോൾ വല്ല ചോറും തിന്നതായിരിക്കും നല്ലേ. ആ മരക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ ഒരു വീടൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയ അമ്മച്ചിക്കൊട്ടാരം പോകാം കേട്ടോ. അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. ആ തേയിലത്തോട്ടത്തിന് നടുക്കൊരു ഓടിട്ട കെട്ടിടം ഇരിക്കുന്നുണ്ടോ. എന്തൊരു ഭംഗിയല്ലോ കാണാൻ. മൗണ്ടൻ മിസ്റ്റി, ഇതൊരു റിസോർട്ടുണ്ടേ. ആ റിസോർട്ടിന്റെ ഒരു കവാടമൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള. പക്ഷെ ഈ മഞ്ഞത്ത് ഇതിങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പ്രത്യേക ഭംഗി നോക്കി നടക്കാം, അല്ല വണ്ടി തേയില വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മഴയത്തും മഞ്ഞത്തും ഒക്കെ വേറെ ലെവലാ കേട്ടോ. കുട്ടിക്കാനമൊക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. എനിക്ക് ആ ഒരു വീട് കണ്ടിട്ടാ കേട്ടോ ഒരു രക്ഷയില്ലാത്ത. അത് ആ പച്ചപ്പിനുള്ളിലേ ഇരിക്കുന്നുണ്ടോ. അതിലൊന്ന് കയറിപ്പോകാനൊരു അനുമതി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ അത് അവർ സമ്മതിക്കുകയല്ലോ. ഞാനാ കുറച്ച് താഴെയായിരുന്നു, സൈഡിലാ വണ്ടി ഒതുക്കി വെച്ചേ. ഞാൻ അതിൻ്റെ അടുത്തേക്കല്ല. ഇവിടുത്തെ ഒരു കാഴ്ച കേട്ടോ, ആ മരങ്ങളുടെ ഇടയിൽ കൂടി റോഡ് പോകുന്നതും മഞ്ഞ് കയറി കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ കുട്ടിക്കാനം കാഴ്ചകൾ. അങ്ങനെ നമ്മളിപ്പോൾ വളഞ്ചാങ്ങാനും എത്തി കേട്ടോ. ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തെ കടകളിലെ അടവാ. പിന്നെ അവിടെ ഒരു പ്രാവശ്യം ഇടിഞ്ഞൊക്കെ ചാടിയാണ്. വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം ഒന്ന് കാണാം. അത് ശക്തമായ വെള്ളമാണേ. ഇപ്പോ ഇവിടുത്തെയും കടകളൊക്കെ അടച്ചിട്ടിരിക്കുവാണേ. ഇപ്പൊ ഇവിടെ വെള്ളം കൂടെ കുറഞ്ഞ കേട്ടോ. ഇതിൽ ശക്തമായിട്ടൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നേ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം കണ്ടല്ലോ അല്ലേ? ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വളഞ്ഞാങ്ങാനത്തിനവിടെ നമ്മളങ്ങനെ നിർത്തിയേ. ഇനിയിപ്പം മുന്നോട്ടധികം പോകുന്നില്ല, തിരിച്ചു പോകാനാണ് ആലോചിക്കുന്നത്. നല്ല മഴയുണ്ട് കേട്ടോ, ചില സമയത്തൊക്കെ നല്ല ഇടുക്കം മഴയാണ്. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ.